ഇറ്റ്സ് മീ ഹംറേഷ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് CST സ്റ്റേഷന് മുന്നിലാണ്. ഇന്ന് നമ്മൾ നേരെ പോകുന്നത് എലിഫൻ്റ കേവ്സിലേക്കാണ്. അപ്പോൾ എലിഫൻ്റ കേവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ വെച്ചാൽ വളരെ പുരാതനമായിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണേണ്ട ഒരു സ്ഥലമാണ് എലിഫൻ്റ കേവ്സ്. ഇവിടുന്ന് നമ്മൾ നേരെ പോകേണ്ടത് നമ്മുടെ ഗേറ്റ് ഓഫ് ഇന്ത്യയിലേക്കാണ്. ഇത് പിന്നെ ഒരു ബൈ ബോട്ടാണ് നമ്മൾ ഈ എലിഫൻ്റ കേവ് എന്ന് പറയുന്ന ഐലൻഡിലേക്ക് പോകേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഉള്ളത് CST സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലാണ്. അപ്പോൾ CST സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഒരുപാട് ബസ്സുകളൊക്കെ കിട്ടും അവിടേക്ക് പോകാനായിട്ട്. പക്ഷേ ഞാൻ ട്രൈ ചെയ്തത് ഒരു ടാക്സിക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ടാക്സിയുടെ ചാർജ് ഏകദേശം 100 രൂപയുടെ ഉള്ളിലായിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ ഷെയർ ടാക്സി കിട്ടും. അപ്പോൾ ഷെയർ ടാക്സി ഒരു 30 രൂപയ്ക്ക് വേണ്ടി നമുക്ക് എടുക്കാൻ പറ്റും. അതിലൊരു 5 പേര്, ചിലപ്പോൾ ഒരു 6 പേരൊക്കെ അവർ മാക്സിമം കയറ്റും. പക്ഷേ കുഴപ്പമില്ല, 30 രൂപയ്ക്ക് നമുക്ക് അവിടം വരെ എത്താനായിട്ട് പറ്റും. ഒരു ഇൻഡിവിജ്വലായിട്ട് നമ്മളൊരു ടാക്സി പിടിക്കുന്നതാണെങ്കിൽ നമ്മളൊരു 100 രൂപയോളം കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം എലിഫൻ്റ കേവിലേക്ക് പോകുവാനുള്ള ആളുകളുടെ തിരക്കാണെന്നാണ് ഇവിടെ ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ എലിഫൻ്റയിൽ മാത്രമല്ല, അവിടുന്ന് ആലിബാഗ് എന്ന് പറഞ്ഞ വേറൊരു ഐലൻഡ്, പിന്നെ നമുക്കൊരു 30 മിനിറ്റ്സ് കടലിൽ ഒരു എന്താ ബോട്ടിൽ സഞ്ചരിക്കണമെങ്കിൽ ഒക്കെ നമുക്ക് അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ബോർഡ് വെച്ച് തന്നെ കാണുന്നുണ്ട് ഗേറ്റ് വേ എലിഫൻ്റ എന്നൊക്കെ ഉള്ളത്. കൗണ്ടറാണ്, അതായത് ബോട്ട് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള കൗണ്ടറാണ് അവിടെ. ഇവിടെ പ്രൈസ് 2 വിധത്തിലാണുള്ളത്. ഒന്ന് ലോഞ്ചസിൽ, പിന്നെ എക്കണോമി ലോഞ്ച്. ഒന്ന് ഡീലക്സ് ആണ്. അപ്പോൾ ഞാൻ ഡീലക്സ് ആണ് എടുത്തത്. കാരണം അവർ പറഞ്ഞു ഡീലക്സേ ഉള്ളൂ, മറ്റേ സാധാരണ ഇല്ല എന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ ബോട്ടില്ല, നോർമൽ ഇതിലുള്ള ബോട്ട് കുറവാണ്. അങ്ങനെ ഡീലക്സ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡീലക്സിന് അപ്പ് ആൻഡ് ഡൗൺ വരുന്ന ചാർജ് 260 രൂപയാണ്. അതായത് നമ്മളൊരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ 6 മണിക്കൂറിൽ തിരിച്ചെത്താം. അപ്പോൾ എൻട്രൻസിലേക്ക് അങ്ങനെ കയറാൻ പോകണം കേട്ടോ. ഗേറ്റ് വേയുടെ എൻട്രൻസ് തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ അതേ എൻട്രൻസ് ആണ്. ഇപ്പോൾ സെക്യൂരിറ്റി പർപ്പസ് ഞാൻ പറഞ്ഞല്ലോ, അതായത് 2008 താജ് അറ്റാക്കിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഉള്ളിലെത്തിയിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഗേറ്റ് വേയിൽ തന്നെയാണ് ഉള്ളത്. ഗേറ്റ് വേന്ന് ഇനിയിപ്പോൾ അവരൊരു 4-ാം നമ്പർ ബോട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4-ാം നമ്പർ ബോട്ട് പിടിക്കണം. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലേ ബാക്ക്ഗ്രൗണ്ടിൽ ഗേറ്റ് വേ. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ബോട്ട് നിൽക്കുന്നത് കേട്ടോ. ഇതാ താജ് ബാക്കിൽ, ഒബ്രോയ് ഫുള്ള് കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ബാക്കിലേക്ക് സൈഡിലേക്ക് നടക്കുകയാണ് കേട്ടോ. ബാക്ക് സൈഡിലാണ് ഇവിടെ ബോട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞത്. നമ്മുടെ ലക്ഷറി ബോട്ടാണെന്നാണ് പറയുന്നത്. ഇനി അവിടെ ചെന്ന് നോക്കിയാലേ പറയാൻ പറ്റും ലക്ഷറി ആണോ ഡീലക്സ് ആണോ അല്ലെങ്കിൽ സെമി ക്ലാസ് ആണോ എങ്ങനത്തെയാണെന്നൊന്നും അറിയില്ല. ടിക്കറ്റ് എന്തായാലും മുറിച്ചിട്ടുണ്ട്, ഡീലക്സിൻ്റെ ടിക്കറ്റാണ് മുറിച്ചിട്ടുള്ളത്. ഒന്ന് ചെന്ന് നോക്കാം എങ്ങനെയൊക്കെയാണ് ഉള്ളതെന്ന് അറിയാനായിട്ട്. ചെന്നാലേ പറയാൻ പറ്റും, കണ്ടു കഴിഞ്ഞാലേ പറയാൻ പറ്റും എന്തൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഗേറ്റ് വേയുടെ സീ വ്യൂ എൻട്രൻസിലേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, സീ വ്യൂ ഭാഗത്തേക്കായിട്ട്. അപ്പോൾ ഇവിടുത്തെ നോർമൽ എല്ലാവരും പറയുന്നത് വെച്ചാൽ ഗേറ്റ് വേയുടെ പിറകു വശം എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ കാലത്തുള്ള ഇത് നോക്കുകയാണെങ്കിൽ, പണ്ട് കാലത്ത് കടലിൽ നിന്നൊരു ബോട്ടോ കപ്പലൊക്കെ, ചെറിയൊരു കപ്പലൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ എൻട്രൻസ് ഗേറ്റ് വേ ആണ്. അപ്പോൾ അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇതിന് പേരിട്ടതും ഗേറ്റ് വേ എന്നൊക്കെ ഇട്ടതുള്ളത്. ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് തന്നെയാണ് അവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ക്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരാണ് ടിക്കറ്റ് നമ്മൾ ടിക്കറ്റ് ചെക്ക് ഇൻ ചെയ്യുന്നത്. അവരുടെ അടുത്ത് ടിക്കറ്റ് ഉണ്ട്. ഞാൻ വെച്ചാൽ ആ ടിക്കറ്റ് ചെറിയ പ്രൈസിന് കിട്ടുമെന്ന് വെച്ചാൽ, പക്ഷേ എങ്കിൽ സെയിം പ്രൈസ് തന്നെയാണ് 260 രൂപ തന്നെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ടിക്കറ്റ് എടുത്തിട്ട് ക്യൂ നിൽക്കുകയാണ് ഈ ബോട്ടിന് വേണ്ടിയിട്ട്. അവർ പറഞ്ഞത് അവിടുന്ന് ടിക്കറ്റ് എടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾ ഇവരുടെ കയ്യിൽ നിന്ന് ടിക്കറ്റ് എടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബോട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും കയറാനായിട്ട് ഭയങ്കര തിക്കും തിരക്കും കൂട്ടിയാണ്. ബോട്ട് കുഴപ്പമില്ല, കണ്ടേരം ഒരു വലിയ പ്രോബ്ലം ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. മേലെ ഓപ്പൺ സ്പേസ് ആണ്, പാർഷ്യലി ഓപ്പൺ ആണ്. പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് ഉള്ളിലൊക്കെ നല്ല അടിപൊളി ഫീൽ തന്നെയാണ് കിട്ടിയത്. പിന്നെ ഇവിടെ നിന്നൊരു നമ്മുടെ ഗേറ്റ്വേയും താജൊക്കെ കാണുമ്പോൾ ഒരു അടിപൊളി ലുക്ക് തന്നെയാണ്. അപ്പോൾ ബോട്ട് കയറിയിട്ടുള്ളത് ബോട്ട് ഡീലക്സ് എന്ന് പറഞ്ഞ ടിക്കറ്റ് എടുത്തത് ഏകദേശം 260 രൂപ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 260 അപ്പ് ആൻഡ് ഡൗൺ ആണ്. അപ്പോൾ ഡീലക്സ് ബോട്ടിൻ്റെ ആ ഒരു അത്ര ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, ഒരു 2 സോഫ 3 സോഫയൊക്കെ മേലത്തെ ഡെക്കിൽ ഇട്ടിട്ടുണ്ട്. താഴെ ഉള്ളിൽ നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ചെന്ന് നോക്കാം. ഇവിടുന്ന് പുറപ്പെടാൻ പോവുകയാണ്. അപ്പോൾ പുറപ്പെട്ടിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പറയാൻ പറ്റും എങ്ങനെയൊക്കെയാണ്, പെട്ടെന്ന് എത്തുന്നുണ്ടോ. അവരെന്നോട് പറഞ്ഞത് ഏകദേശം 1 അവർ ദൂരം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഒരു 1 അവർ അങ്ങോട്ടേക്കും 1 അവർ ഇങ്ങോട്ടേക്കും. പിന്നെ നമുക്ക് അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാനായിട്ട് ഏകദേശം 1-2 മണിക്കൂർ. അതൊക്കെ എത്ര എടുക്കാൻ പറ്റുമെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. അവിടെ എത്തി നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും എത്ര ടൈം എടുക്കുന്നതെന്നൊക്കെ. പിന്നെ ചെറിയൊരു ഉടായ്പോലായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മേലത്തെ ഡെക്കിലേക്ക് കയറണ്ടെങ്കിൽ 10 രൂപ എക്സ്ട്രാ കൊടുക്കണമെന്നാണ്. അപ്പോൾ ഒരു 10 രൂപ അവിടെ ടിക്കറ്റ് ചാർജിലൊന്നും ഇല്ലേനു. അത് ഇവരുടെ ഉള്ളിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. കാരണം ഞാൻ അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ 10 രൂപ മേടിക്കുന്നത്, അവിടെ ടിക്കറ്റിലൊന്നും കണ്ടിട്ടാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ടിക്കറ്റിൽ എല്ലാവരും 10 രൂപ കൂടി ആഡ് ചെയ്തിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും തന്നെ പെട്ടെന്ന് തന്നെ ഈ മുകളിലേക്കുള്ള ഇതിലേക്ക് ഓടിക്കയറും. അപ്പോൾ മുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ
നമ്മളിത് പോകുന്ന സമയത്തുള്ള ഇതിൻ്റെ സ്റ്റെബിലിറ്റി കാര്യങ്ങൾക്കൊക്കെ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ബോട്ട് മറിയാനുള്ള സാധ്യതയുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഇവർ എന്നോട് പറഞ്ഞത്. അപ്പോൾ ആർക്കാണ് മുകളിലേക്ക് കയറാൻ താല്പര്യമുള്ളവർ അവർ ഒരു 10 രൂപ കൊടുത്ത് എക്സ്ട്രാ കൊടുത്തിട്ട് മുകളിലേക്ക് കയറാം. അങ്ങനെയുള്ളൊരു കണ്ടീഷനാണ് ഇവർ ഇവിടെ വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മളെ ബോട്ട് പുറപ്പെട്ട് തുടങ്ങി കേട്ടോ. ബോട്ട് ഇവിടുന്ന് എടുത്തു തുടങ്ങി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറിൻ്റെ ദൂരമാണ് KFCയിലേക്കുള്ളത്. പുറപ്പെട്ടപ്പോൾ തന്നെ നല്ലൊരു ഫീലിംഗാണ് കിട്ടിയത്. വേറെ ഒന്നല്ല, ഒരുപാട് വലുതും ചെറുതുമായിട്ടുള്ള കപ്പലുകളൊക്കെ ആങ്കറേജ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവരാണ് കേട്ടോ ബോട്ട് ഓടിക്കുന്നത്. നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാനിപ്പോൾ ഇവരോട് ചോദിച്ചു നോക്കി ഏകദേശം എത്രത്തോളം സമയം എടുക്കുന്നുള്ളത്. ഏകദേശം ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറും 15 മിനിറ്റോളം എക്സ്ട്രാ എടുക്കുന്ന പറയുന്നത്. കാരണം ബോട്ട് കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും 1 മണിക്കൂർ 15 മിനിറ്റോളം എടുക്കുന്ന പറഞ്ഞാൽ നമുക്ക് അവിടുന്ന് തിരിച്ചു വരാനുള്ള സമയം മാക്സിമം 6 മണി വരെയാണ്. ഇപ്പോൾ സമയം ഏകദേശം 1 മണിയായിട്ടുള്ളത്. അപ്പോൾ അവിടെ എത്താനായിട്ട് എന്തായാലും 2 മണിയോ 2 മണി കഴിഞ്ഞിട്ട് അവിടെ ചുറ്റിക്കാണാനൊക്കെ എത്ര സമയം ഉണ്ടാവുമെന്ന് അറിയില്ല. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ചെറിയ ഐലൻഡ് പോലെയുള്ള നേവൽ ബേസാണ് എന്നാണ് ഇവരെന്നോട് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അടുത്തൂടെ ബോട്ടിനോ ചെറിയ ചെറിയ കപ്പലുകൾക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല. ഒരു നിശ്ചിത ദൂരം എങ്ങനെയായാലും അവർ കാത്തു സൂക്ഷിക്കണം. പിന്നെ വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് കപ്പലുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നങ്കൂരം വിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ കപ്പൽ കാണാത്തവർക്കൊക്കെ ഇത് കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം അങ്ങനെ ലഭിക്കും. അതായത് വലിയ വലിയ കപ്പലുകൾ, ചെറുതല്ല, നല്ല വലിപ്പമുണ്ട്. പിന്നെ എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയത് ഈ പാലാണ് കേട്ടോ. ബോംബെയിൽ നിന്ന് ന്യൂ ബോംബെയിലേക്ക് വരുന്നൊരു പുതിയ ബ്രിഡ്ജിൻ്റെ പണിയാണ് അവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അതുകൂടി വന്നു കഴിഞ്ഞാൽ ബോംബെ ഒരു വേറെ ലെവൽ തന്നെയായിട്ട് മാറും. കാരണം അതിൻ്റെ അറ്റം കാണുന്ന വരെയില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എലിഫൻ്റ എന്ന് പറയുന്ന ഐലൻഡ് കേട്ടോ. ഒരു ആനയുടെ രൂപമുള്ളത് കൊണ്ടാണ് അതിന് എലിഫൻ്റ എന്ന് പേര് വന്നതും. പിന്നെ അവിടെ ഗുഹാക്ഷേത്രങ്ങളൊക്കെ ഒരുപാടുള്ളത് കൊണ്ടാണ് പിന്നെ അതിന് എലിഫൻ്റ കേവ് എന്ന് പറയുന്നത്. ഇത് പേരിട്ടത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ കരയിലേക്ക് അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി കുറച്ച് മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. ഉള്ളത് ഏകദേശം 1 മണിക്കൂർ 15 മിനിറ്റാണ് സമയം എടുത്തത്. ബോട്ട് കുറച്ച് സ്ലോ ആണ്, അതുകൊണ്ടായിരിക്കും 1 മണിക്കൂർ 15 മിനിറ്റ് എടുത്തത്. നോർമലി 1 ഹവറാണ് ഇവിടത്തേക്ക് വരാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ നടന്നു പോകുന്നതാണ്. എത്ര ദൂരമെന്ന് അറിയില്ല, ജസ്റ്റ് നടന്നു നോക്കാം. ഓക്കെ, കയറിയപ്പോൾ തന്നെ ആദ്യം തന്നെ കണ്ടതാ വെൽക്കം ടു എലിഫൻ്റ. അപ്പോൾ അവിടെ ഭയങ്കര തിരക്ക് കാര്യങ്ങളൊക്കെയാണ്. ഗൈഡ് ആവശ്യമുണ്ടോ? പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ട്രെയിൻ സർവീസ് ഉണ്ട്. നമുക്ക് നടക്കാൻ എത്രത്തോളം നടക്കണം എത്രത്തോളം നടക്കണ്ട എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. കാരണം ഒരു ചെറിയൊരു ട്രെയിൻ സർവീസിൽ നമുക്കൊരു 10 രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഒരു ചെറിയൊരു ടോയ് ട്രെയിൻ ഉണ്ട്. ആ ടോയ് ട്രെയിനിൽ ഇരുന്നിട്ട് നമുക്ക് മെല്ലെ യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം ഒരുപാട് ദൂരമൊന്നും നടക്കേണ്ടതില്ല. ആ ട്രെയിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കേണ്ടതുള്ളൂ. ഞാൻ എന്തായാലും ആ ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് വരുമ്പോൾ അതിൽ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, ഒന്ന് കയറി നോക്കാം എങ്ങനെയാണ് അതൊക്കെ അങ്ങനെ അറിയാനായിട്ട് ഞാനത് ജസ്റ്റ് ടിക്കറ്റ് എടുത്തു. 10 രൂപയാണ് ചാർജ് ആയിട്ടുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ പോകുന്ന സമയത്ത് ആ ട്രെയിനിൽ കയറി ഇരുന്നിട്ട് തന്നെ പോകും. കാരണം നല്ലൊരു അനുഭവമായിരുന്നു. അങ്ങനെ ട്രെയിനിൽ പോകുന്ന സമയത്താണ് അവിടെ നിന്ന് വേറെയും ഒരുപാട് ആളുകളുണ്ട് കേട്ടോ, കേരളത്തിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഇത് കാണാനായിട്ട് മാത്രം വന്നു. അങ്ങനെ അവരോടൊക്കെ സംസാരിച്ചിട്ട് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞ സമയത്ത് ആദ്യം തന്നെ തോന്നിയത് നമ്മൾ അമ്പലത്തിൽ ചന്തകളൊക്കെ കാണില്ലേ, അതേപോലെ ഇഷ്ടം പോലെ ചെറിയ ചെറിയ ഷോപ്സൊക്കെ ഉണ്ട്. പക്ഷേ ഒരു അത്ഭുതമായിട്ട് തോന്നി കേട്ടോ, എല്ലാവരുടെയും പേടിഎമ്മും ഫോൺ പേ ഒക്കെയാണ്. അങ്ങനെ നമ്മൾ ഖാരാപുരി ഗ്രാമത്തിൽ എൻട്രി ചെയ്യുകയാണ്. 5 രൂപയാണ് ചാർജ് വരുന്നത്. ഈ ഗ്രാമത്തിലാണ് എലിഫൻ്റ കേവ്സ് സ്ഥിതി ചെയ്യുന്നത്. പഴയ കാലത്ത് ഇതിന് അഗ്രഹാപുരി എന്നായിരുന്നു പേര്. പിന്നെ അത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ട് ഖാരാപുരി എന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ സ്റ്റെപ്പുകളൊക്കെ ഇനി കയറിയിട്ട് മെല്ലെ മെല്ലെ കയറി ചെല്ലണം, എന്നാലേ നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തുള്ളൂ. അപ്പോൾ നടക്കുന്ന സമയത്ത് ഇതാ ഒരു മാസ് ഐറ്റം പോലെ ഒരാൾ ഇരുന്നിട്ടുണ്ട് കേട്ടോ. നടന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അവിടുന്ന് പിന്നെ നേരത്തെ കാണിച്ചു തന്നല്ലോ, 5 രൂപയുടെ പാസ്സും എടുത്തിട്ട് ഫുള്ള് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് നടക്കേണ്ട ദൂരമുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമായവരൊക്കെ വരുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടേക്കും നടക്കേണ്ട കാര്യത്തിൽ. ഹാൻഡിക്രാഫ്റ്റ് ഐറ്റം ഒരുപാട് ഇവിടെ ഉണ്ട്. ഹാൻഡിക്രാഫ്റ്റ് ഐറ്റത്തിൽ നമ്മുടെ ബാഗ് ആയിക്കഴിഞ്ഞാലും നമ്മുടെ ചെറിയ ചെറിയ പ്രതിമകളായിക്കഴിഞ്ഞാലും പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ്. പിന്നെ ഒരു എന്താ പറയണ്ടത്, നമുക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി എന്താണെന്ന് വെച്ചാൽ സീഷെൽസ്. കടലിലുള്ള ഒരുപാട് സാധനങ്ങൾ, ചെറിയ കല്ലുകളായിക്കഴിഞ്ഞാലും പിന്നെ കോറൽസ്, അങ്ങനത്തെ ശംഖുകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കണ്ടു കേട്ടോ. അങ്ങനെ അവസാനത്തെ സ്റ്റെപ്പ് നമ്മൾ കയറുന്നതാണ്. ഈ സ്റ്റെപ്പ് കൂടി കയറിക്കഴിഞ്ഞാൽ നമ്മൾ ഫൈനലി നമ്മൾ അവിടെ എത്തും. അപ്പോൾ ഞാൻ ഒരുപാട് കാലത്തെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷമായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു ഈ എലിഫൻ്റയിൽ പോകണം എന്നുള്ളത്. മുംബൈയിലൊക്കെ ആദ്യം വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ എത്താനായിട്ട് ഇപ്പോഴാണ് ഒരു സമയം കിട്ടിയത് കേട്ടോ. മുകളിൽ കയറിയപ്പോൾ തന്നെ ഒന്ന് ശ്വാസം ഒന്ന് നീട്ടി വിളിച്ചു. ഇത് ഇവിടെ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. 40 രൂപയാണ് നമുക്ക് വരുന്നത്.
ഫോറിനേഴ്സിനൊക്കെ 600 രൂപയാണ് പറയുന്നത്. അത് എന്ത് കണക്കിലാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. 600 രൂപയൊക്കെ അവർ എടുക്കുന്നത്. നമുക്ക് എന്തായി കഴിഞ്ഞാൽ 40 രൂപയാണ്, അഡൾട്ടിന് 40 രൂപ ആവശ്യമുള്ളൂ. ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടാണ് ഉള്ളത്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഈ ബോട്ട് അവിടെ എന്താ പറയുക ബോട്ട് ജെട്ടിയാണ് അവിടെ ഉള്ളത്. ഒരുപാട് സ്റ്റെപ്പ് കയറിയിട്ട് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷമുള്ള ഫസ്റ്റത്തെ വ്യൂ ആണിത്. നല്ലൊരു അടിപൊളി വ്യൂ ആണ്. ഒരു വേറൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ ഒരു ചെറിയ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഏത് വർഷത്തിലായിരുന്നു, പിന്നെ ഇവിടെ എപ്പോഴാണിത് യുനെസ്കോ എപ്പോഴാണ് ഇതിൽ അംഗീകരിച്ചത് ഹെറിറ്റേജ് ഏരിയ ആയിട്ടുള്ളതിൽ, പിന്നെ ഇതിൽ വൈദ്യുതി എപ്പോഴാണ് എത്തിയത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മളിത് എൻട്രി ചെയ്യാൻ പോകുന്നതാണ്. ഇവിടെ കാണുന്നതാണ് ഇതിൻ്റെ ഫസ്റ്റത്തെ കവാടം. ഇതിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ കണ്ട സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു, എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഉള്ളിലൊന്ന് പെട്ടെന്ന് കയറണം എന്നുള്ളത്. നമ്മൾ ഈ ഗുഹയ്ക്കുള്ളിൽ ആദ്യം തന്നെ കയറുന്ന സമയത്ത് വലതു ഭാഗം കാണുന്നത് നടരാജ വിഗ്രഹമാണ്. ആദ്യം തന്നെ എടുത്തു പറയാം, ഇതൊരു പഴയ കാലത്തിലുള്ള ഒരു ശിവക്ഷേത്രമായിരുന്നു, ഒരു മഹാശിവക്ഷേത്രം, ഒറ്റക്കല്ലിൽ തീർത്ത ശിവക്ഷേത്രം എന്ന് തന്നെ പറയാം. ഒരു ചെറിയൊരു മൗണ്ടനെ കട്ടിയായിട്ടാണ് ഇത് ഉണ്ടാക്കിയെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ശിവൻ്റെ പല ഭാവങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ത്രിമൂർത്തികളുടെ ഭാവങ്ങളും, പിന്നെ രാവണൻ കൈലാസം ഉയർത്തുന്നത്, കൈലാസത്തിലെ ശിവനും പാർവതിയും, അർദ്ധനാരീശ്വരൻ, ത്രിമൂർത്തികൾ, ഗംഗാധരൻ, പിന്നെ ശിവൻ്റെ വിവാഹം, അന്തകനെ വധിക്കുന്ന ശിവൻ, യോഗീശ്വരൻ്റെ, അങ്ങനെ പിന്നെ വലിയ ശിവലിംഗം, അങ്ങനെ ഒരുപാട് കാണാനായിട്ടുണ്ട്. പിന്നെ ഇവിടെ എത്തിയ സമയത്ത് എനിക്ക് ചെറിയൊരു പോരായ്മ തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ലൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. നമുക്കൊരു എന്താ പറയുക, നമുക്ക് കാണാനായിട്ട് അവർ ഗൈഡ് കൂടെ ഉണ്ടാവും. ഗൈഡ് കൂടെ ഉണ്ടായിട്ടെങ്കിലും അവർ ടോർച്ചൊക്കെ അടിച്ചിട്ടാണ് ഇതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരിക്കും വെച്ചാൽ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അവർ ഫുള്ള് ടോർച്ചൊക്കെ അടിച്ചിട്ടാണ്, കാരണം വെളിച്ചക്കുറവ് നല്ലതുപോലെയുണ്ട്. പിന്നെ കാലപ്പഴക്കം കാരണം ഒരുപാട് ഈ വിഗ്രഹങ്ങൾ ഈ കല്ലിൻ്റെ ഒക്കെ അത് പോയെന്ന് വെച്ചാൽ നശിപ്പിച്ചാന്ന് പറയുന്നത്, അല്ലാണ്ട് അത് പോകാൻ സാധ്യതയില്ല. പോർച്ചുഗീസുകാരുടെ സമയത്ത് തന്നെയാണ് അവരിതൊക്കെ എന്താ പറയുക കണ്ടുപിടിക്കുകയും കുറേ നശിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതെന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ പുറമേയുള്ള കുറച്ച് ഭാഗം നല്ല എന്താ പറയുക നല്ലൊരു ലൈറ്റിംഗ് ഒക്കെ വരുന്നത് കൊണ്ട് നമുക്ക് അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് നല്ലപോലെ അറിവുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ട്, അതായത് ഗൂഗിൾ ചെയ്തിട്ടും അങ്ങനെ ഒരുപാട് അറിവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു ഗൈഡിനെ കൂട്ടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ അവിടെ ഒരു ഗൈഡിനെ കൂട്ടുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഒരു ഗ്രൂപ്പായിട്ടൊക്കെ പോകുന്ന സമയത്ത് ഒരു ഗൈഡിനെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഏകദേശം അവർ പ്രൈസ് പറയുന്നത് 600 രൂപയൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ബാർഗനിങ് ചെയ്തിട്ട് അവരുടെ അടുത്ത് ഒരു 400 രൂപയൊക്കെ ആയിട്ട് നമുക്ക് ബാർഗനിങ് ചെയ്യാൻ പറ്റും. കയറിയപ്പോൾ തന്നെ നമുക്കൊരു ഫോട്ടോഗ്രാഫിയിൽ ഭയങ്കര റെസ്ട്രിക്ഷൻ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ഇനിയും ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതിനുള്ളിൽ കാണാനായിട്ട്. നമുക്ക് കൂടുതൽ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം വേറെ ഒന്നുമല്ല, അവർ പറയുന്നത് സെക്യൂരിറ്റി പർപ്പസ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശിവലിംഗമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മളിപ്പം നാട്ടിലുള്ള അമ്പലത്തിലുള്ളയോ അങ്ങനെയുള്ളത് പോലെയായിട്ടൊന്നല്ല ഇത് ശരിക്കുള്ളത്. നമുക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അതായത് വെറും ഒരു മൗണ്ടനാണ് ഡ്രില്ല് ചെയ്തിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയതെന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ഇതിലും രേഖപ്പെടുത്തിയിട്ടില്ല. ശിവൻ അന്തകനെ വധിക്കുന്ന ഒരു രൂപമാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരത് എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഇത് ശിവൻ അന്തകനെ വധിക്കുന്ന രീതിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ എല്ലാ പില്ലറും, അതായത് എല്ലാ തൂണുകളും ഏകദേശം ഒരേ സൈസാണ്. ഇത് എത്ര വർഷം കാലപ്പഴക്കം ഉണ്ടെന്ന് ശരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്നല്ലോ കേട്ടോ. എങ്ങനെയാണ് ഇത് ഒരേ സൈസിലുള്ളൊക്കെ എടുത്തത്, എങ്ങനെ അത് ഉണ്ടാക്കി എന്നുള്ളത് തന്നെ നമുക്ക് ഇപ്പോൾ ഊഹിക്കാൻ പറ്റില്ല. കാരണം പണ്ടത്തെ കാലത്ത് എങ്ങനെ ഇത് ഡ്രില്ല് ചെയ്തെടുത്തത്, ഇപ്പം ഡ്രില്ലിങ് മെഷീനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് വയ്ക്കാം. പണ്ട് എത്ര പേര് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾഡ് ചെയ്തെടുക്കാനും, അതായത് ഒരു ഫുള്ളായിട്ടൊരു ഒരു പാറയെ ഫുള്ള് ഉള്ളിലേക്ക് പൊട്ടിച്ചിട്ട് ഉള്ളിലേക്ക് പോയിട്ടാണ് ഇവർ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഈ വ്യൂവിൽ നിങ്ങൾക്ക് ശരിക്കും അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു വലിയൊരു മലയാണ്. വലിയ മല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുണ്ട്. ആ മലയാണ് അവർ ഫുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രില്ല് ചെയ്തിട്ടാക്കുന്നത്. ഇവിടെ നമ്മുടെ അമ്പലത്തിലൊക്കെ മുൻവശത്തിലുണ്ടാകുന്ന പോലെയുള്ള 2 സിംഹങ്ങളുടെയൊക്കെ രൂപമാണ്. അതൊക്കെ ഫുള്ള് പകുതിയോളം പൊട്ടിയിട്ടുള്ളത്. അത് പൊട്ടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർച്ചുഗീസിൻ്റെ സമയത്ത്, ബ്രിട്ടീഷിൻ്റെ സമയത്ത് അങ്ങനെയൊക്കെയാണ് അത് നശിപ്പിക്കപ്പെട്ടതെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കാരണം ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന് നമ്മുടെ മുംബൈ പോർട്ടിലും പിന്നെ എയർപോർട്ടിലും അങ്ങനെ എല്ലാ സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ട് ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന്. ആ ശരിക്കും ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നമുക്കത് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് പഴയ കാലത്തിൽ ഇത് മനസ്സിലാവും. എല്ലാ ആളുകളും വിചാരിക്കും ഇതെന്താ അമ്പലമാണോ. ശരിക്കും ഇവിടെ ഇതൊരു അമ്പലമായിട്ടുള്ള ഇതല്ല. എല്ലാവരും വരുന്നുണ്ട്, ജാതി മതഭേദമന്യേ എല്ലാവരും വരുന്നൊരു സ്ഥലമാണ്. ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇവിടെയുള്ളത്. നടന്ന് ക്ഷീണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനായിട്ട് അവിടെ സ്ഥലമുണ്ട്.
പിന്നെ ഇവിടുന്ന് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു ചെറിയൊരു ഗുഹ കിട്ടുന്നുണ്ട്. ഈ 6000 അടി ചതുരശ്ര അടിയോളം ഏകദേശം മൊത്തത്തിൽ ഇതിനുണ്ട്. അതായത് ഏകദേശം 5600 ചതുരശ്ര മീറ്ററാണ് വരുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഏകദേശം 70 വർഷം എടുത്തു കേട്ടോ ഇവിടെ വൈദ്യുതി എത്താനായിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇവിടെയുള്ള ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ. 7.5 കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കടലിൻ്റെ അടിയിലൂടെ കേബിൾ വലിച്ചിട്ടാണ് ഇവിടെ വൈദ്യുതി എത്തിച്ചത്. ഈ രണ്ടാമത്തെ ഗുഹയിൽ 3 അറകളായിട്ടുള്ളത്. അതിൽ ആദ്യത്തേൽ കയറിയ സമയത്ത് കാണാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു പീടാണ്. അവിടെ ആളുകളൊന്നും അധികം കയറുന്ന കണ്ടിട്ടില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് പുറത്തുനിന്ന് നോക്കുക ചെയ്തത്. പിന്നെ അവിടുന്ന് രണ്ടാമത്തേലേക്കാണ് കൂടുതൽ ആളുകൾ കയറുന്നതായിട്ട് കണ്ടത്. അവിടെ വലിയൊരു ശിവലിംഗമുണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള കാണുന്ന പോലെ ഒന്നുമല്ല, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കാണാനായിട്ട് തന്നെ. അപ്പോൾ ഇവിടെ ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അവർ എന്താ പറയുക ഒരു കുരങ്ങൻ്റെ അടുത്ത് വെറുതെ ആ ചെറിയ ചെക്കൻ കൊണ്ടുപോയിട്ട് വെറുതെ ബാഗിനെ കൊണ്ടൊക്കെ തട്ടിയിട്ട് കളിച്ചു. പിന്നെ ഭയങ്കര പ്രശ്നമാക്കി. ആ കുരങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വിടുന്നില്ല, ബാഗ് പിടിച്ചു വലിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ ഈ കുരങ്ങന്മാരുടെ അടുത്തുനിന്ന് കുറച്ചൊരു എന്താ ശ്രദ്ധിക്കേണ്ടതാണ്. അവർ ഇടങ്ങാറാക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ ഇവിടെ എത്തിയ സമയത്താണ് വേറൊരാളെ പരിചയപ്പെട്ടത്. അപ്പോൾ അവരാ പറഞ്ഞത് ഇതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി വ്യൂ പോയിൻറ്റിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കാമെന്ന് വെച്ചിട്ട് നടക്കാൻ തുടങ്ങി കേട്ടോ. മേലെ നല്ലൊരു വ്യൂ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടേക്ക് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് സ്റ്റെപ്പെല്ലാം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്ലോപ്പ് പോലെയാണ് ഉള്ളത്. അപ്പോൾ ഒന്ന് കയറി നോക്കട്ടെ എന്താ കാണാനുള്ളത്. ഒരു 10 മിനിറ്റിൻ്റെ വാക്കിങ്ങേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. നടന്നു തുടങ്ങിയാൽ മനസ്സിലായ നല്ല ബുദ്ധിമുട്ടുണ്ട്. സ്റ്റെപ്പെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം പൊട്ടിപ്പൊളിഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിൽ തന്നെയുള്ള. അപ്പോൾ മഴയും വരാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നടന്നു തുടങ്ങി. കാരണം നമുക്ക് റിട്ടേൺ പോകേണ്ട ലാസ്റ്റത്തെ ബോട്ട് 6 മണിയാണെന്ന് പറഞ്ഞത് അവർ. അത് കഴിഞ്ഞാൽ ബോട്ടുണ്ട്, പക്ഷേ നമ്മൾ പേ ചെയ്യേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ കുറേ സമയം നടന്ന സമയത്ത് ഒരു മനുഷ്യന്മാരെ അവിടെ കാണുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ 2 പേര് ഇറങ്ങിയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയൊരു സമാധാനം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെത്തും പിടിയില്ല എങ്ങോട്ടാണ് നടക്കേണ്ടതെന്ന വഴി. ഇങ്ങനെയുള്ളൊരു വഴി വരുന്നുണ്ട്, അതിലൂടെ ഇങ്ങനെ നടന്നിട്ട് പോകുന്നതാണ്. അങ്ങനെ കുറേ നടന്നു നോക്കി. നടക്കുന്ന സമയത്താണ് അങ്ങ് ദൂരെയായിട്ട് ഒരു ചെറിയൊരു ഷോപ്പ് കാണുന്നത് കേട്ടോ. അവിടെ അത്യാവശ്യം ചായയും കുടിക്കേണ്ട വെള്ളവും കാര്യങ്ങൾ ചെറിയ സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ചെറിയൊരു സമാധാനമുണ്ട്. അവർ ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട്. 800 മീറ്റർ, അതായത് 0.8 കിലോമീറ്റർ ഫുള്ള് കാട കേട്ടോ. കാട്ടിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ നടക്കുന്ന ഇവിടുന്ന് വല്ല പുലിയാറ്റം വന്ന് പിടിച്ചു കൊണ്ടിരുന്നത്. പുലിക്കൊരു നേരത്തെ ഭക്ഷണമാവും. ഫുള്ള് കാടാ, നോക്കിയാൽ മനസ്സിലാവുക. മുകളിലേക്ക് ഒരു മനുഷ്യക്കുഞ്ഞോലും വരുന്നില്ല. ബാക്കിലോട്ട് നോക്കിയിട്ട് ആരെയും കാണുന്നില്ല, മുന്നിലേക്ക് നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. അപ്പോൾ ജസ്റ്റ് നടന്നുകൊണ്ടേ ഇരുന്ന് എവിടെ എത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് നടന്നുകൊണ്ടേ ഇരുന്ന്. അങ്ങനെ നടക്കുന്ന സമയത്താണ് നല്ല അടിപൊളി വ്യൂ കിട്ടിയത് കേട്ടോ. നല്ല മഴക്ക് സാധ്യതയുണ്ടെന്ന് മനസ്സിലായി. മലേൻ്റെ ഏറ്റവും മേലെ എത്തിയിട്ടുള്ളത് കേട്ടോ. അതായത് ഈ എലിഫൻ്റ് വാലി കേവ്സിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുള്ളത്. ടോപ്പിലെത്തിയിട്ട് എന്താ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനമാണ്. നോക്കിക്കോ നിങ്ങൾ, കണ്ടോ? പണ്ടത്തെ ഒരു പീരങ്കി കേട്ടോ, ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ള. പോർച്ചുഗീസുകാരുടെ കാലത്തിലുള്ള ഒരു പീരങ്കിയാണ് ഇതെന്ന് പറഞ്ഞാൽ. നല്ല വലിപ്പമുണ്ട്. ഇതിൻ്റെ ഓപ്പറേഷൻ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. താഴത്തോളം ഉണ്ട്, നല്ല നീളമുണ്ട് ഇതിന്. അപ്പോൾ ഇതിൻ്റെ മുൻഭാഗത്തിൽ ഫുള്ള് എന്ന് വെച്ചാൽ വേസ്റ്റൊക്കെ ഇട്ടിട്ട്, ഞാൻ അത് നോക്കിയ സമയത്ത് ഫുള്ള് വേസ്റ്റൊക്കെ ഇട്ടിട്ട് ഫുള്ള് അതൊക്കെ എന്ന് പറയുന്നത് ഒരു ഡസ്റ്റ്ബിന്ന് പോലെ ആക്കിയിട്ടില്ല അതിൻ്റെ ഉള്ളിലൊക്കെ. ഇവിടുന്ന് കയറിയിട്ട് നമ്മൾ നോക്കുന്ന സമയത്തൊരു നല്ലൊരു അടിപൊളി വ്യൂ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയിൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല. പക്ഷേ ഞാൻ അവിടെ നിന്ന സമയത്ത് എനിക്കൊരു നല്ലൊരു ഫീൽ കഴിഞ്ഞ് കിട്ടിയത്. അങ്ങനെ ഞാൻ തിരിച്ച് താഴേക്ക് ഇറങ്ങിയപ്പോൾ ഫുള്ള് മഴക്കാറാണ് കണ്ടത്. മഴ ഇപ്പോൾ പെയ്യും തന്നെ ഉറപ്പായി. അപ്പോൾ എത്രയും പെട്ടെന്ന് ബോട്ട് ജെട്ടിയിലേക്ക് എത്തണം, അതിനുള്ള ഓട്ടത്തിലായി പിന്നെ എൻ്റെ അടുത്ത ശ്രമം. താഴോട്ടേക്ക് ഇറങ്ങി നേരെ ബോട്ട് ജെട്ടിയിലേക്ക് നടക്കുകയാണ്. ഇവിടുന്ന് വന്ന സമയത്തുള്ള ആ ചെറിയൊരു ട്രാമില്ലേ, അത് വിട്ടുപോയി. അപ്പോൾ കുറച്ച് നടക്കേണ്ട ദൂരമേ ഉള്ളൂ, ഒരുപാട് ഇതൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നടക്കാമെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മണിക്ക് മുന്നേ ആയിട്ട് ഒരു ബോട്ടുണ്ട് നേരെ CSTയിലേക്ക്. അപ്പോൾ അത് പിടിക്കണ്ടിക്കൽ നടക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ പോയ വണ്ടി പോയിട്ട് പിന്നെയും തിരിച്ചു വരണം. അതിലും ബെറ്റർ പെട്ടെന്ന് നടന്നിട്ട് അവിടെ എത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലെന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ്. എന്നാൽ മാത്രമേ എനിക്കൊരു പുതിയൊരു അപ്ഡേഷനൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.